വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രൈഡിൻ്റെ മെഹന്തി ഈവാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു ഹാളിൽ വെച്ചാണ് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന്, കാരണം ഇന്നൊരു ഈവനിങ് നൈറ്റ് പോലെയാണ്, കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒരു 6:30 ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ബ്രൈഡ് എത്തിയിട്ടില്ല. ബ്രൈഡ് ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ വേണ്ടി പോയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ടേബിളിൽ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് കുറച്ച് മുല്ലപ്പൂ, ജെംസ്, കൽക്കണ്ടം, ലഡു, പിന്നെ കുറച്ച് മെഹന്തിയും വെറ്റിലയും, അങ്ങനെ കുറച്ച് മിനിമലായിട്ടുള്ള സാധനങ്ങളാണ്. ഈ പൈനാപ്പിൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ഇതാകുമ്പോൾ നല്ലൊരു മിനിമലൊരു ലുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ബ്രൈഡ് എത്തിയിട്ടില്ല കേട്ടോ. ഇതെൻ്റെ കസിൻ്റെ ബേബിയാണ് കേട്ടോ. ബ്രൈഡ് ഇങ്ങനെ വന്നു, കുറച്ചധികം ലേറ്റായിട്ടാണ് എത്തിയത്. മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായി, മാഷാ അല്ലാ. അങ്ങനെ ബ്രൈഡ് എത്തി. കുറേ നേരം അവൾക്ക് ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടായി. ഒന്നാമത് ഇന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ എക്കെക്കൊണ്ടും കുറച്ച് ലേറ്റായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായില്ല. എല്ലാം അടിപൊളിയായിട്ടൊക്കെ നടന്നു. അങ്ങനെ ബ്രൈഡ് വന്നു, എല്ലാവരെയും കണ്ടു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുള്ളൂ. പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി ഷൂട്ട് ചെയ്യണം, ഈ ഒരു ഹാളിലേക്കുള്ള എൻട്രി ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളെല്ലാവരും 2 സൈഡായിട്ട് നിന്നിട്ട് ആ ഒരു മിഡിൽ പോർഷനിൽ കൂടി ബ്രൈഡ് നടന്നു വന്നതായിട്ടായിരുന്നു അവൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് കുറച്ചൊരു 3-4 പ്രാവശ്യം ഷൂട്ട് ചെയ്തപ്പോഴാണ് അത് സെറ്റായത്. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് ബ്രൈഡിനായിട്ട് സ്റ്റേജിലേക്ക് കയറുന്ന ഒരു ലുക്കാണ് ഇപ്പോൾ കണ്ടത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ നിൽക്കുകയാണ്. നല്ലൊരു ഓഫ് വൈറ്റ് തീമായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നേ. നല്ല ഭംഗിയുണ്ടായി. ഞങ്ങൾ കരുതിയത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യണേല്ലേ, പക്ഷേ നല്ല ഭംഗിയുണ്ടായിട്ട് കാണാനായിട്ട് എല്ലാവരും ഓഫ് വൈറ്റിൽ വന്നിട്ട്. പിന്നെ ഞങ്ങളുടെ ബോയ്സ് ആണെങ്കിലും മിക്കവരും വൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായി കാണാൻ. പിന്നെന്താ, ഫോട്ടോ എടുക്കൽ ആയിരുന്നു. എല്ലാവരും കുറേ ഇന്നലത്തേലും കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കലും, പിന്നെ മെഹന്തി ഇടുന്ന ചടങ്ങില്ലേ അതുണ്ടല്ലോ ഇന്ന്. അപ്പോൾ കയ്യിൽ വെയിറ്റിലേക്ക് വെച്ച് മെഹന്തി ഇട്ട് കൊടുക്കുക, മധുരം കൊടുക്കുക, അതൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഓരോരോ ഫാമിലീസൊക്കെ ആയിട്ട് കയറി ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാനും, അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, മീൻസ് മ്യൂസിക് പ്രോഗ്രാം നടക്കേണ്ട സൈഡിലായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണല്ലോ ഇങ്ങനത്തെ ഇതൊക്കെ. നമുക്ക് പ്രത്യേക ഒരു രസമാണല്ലോ ഇങ്ങനെ ഈ ചടങ്ങും ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ കണ്ടിരുന്നു. കുറേ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് കല്യാണമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ കസിൻ സിസ്റ്റേഴ്സൊക്കെ ഒന്നുകൂടി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്, ഞങ്ങളുടെ മാത്രം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ബ്രൈഡിൻ്റെ കൂടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഒരു മ്യൂസിക് പെർഫോമൻസ് അവിടെ ഉണ്ടായി. ഇവരുടെ ആയിരുന്നു അത്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ മ്യൂസിക് പെർഫോമൻസൊക്കെ കാണുമ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് അവർ പെർഫോം ചെയ്തായിരുന്നു. കുറേ മെലഡി സോങ്സൊക്കെ അവർ ചെയ്തായിരുന്നു. ദെൻ ഇത് നമ്മുടെ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ അവർ ചിലരെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ആളുടെ കോളേജ് മേറ്റ്സാണ്. അവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായി. ഭയങ്കര രസമുണ്ടായിട്ടോ. നല്ല രസമുണ്ടായി കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ബ്രൈഡ് ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. എല്ലാ പെർഫോമൻസും എല്ലാ കാര്യവും ആൾ എൻജോയ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്കൊക്കെ തോന്നിയായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് കണ്ടു, മാഷാ അല്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പിന്നെ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട് റിലേറ്റീവ്സൊക്കെ. അങ്ങനെ നെയ്ച്ചോറും ബീഫും കച്ചമ്പർ അച്ചാർ അതൊക്കെയായിരുന്നു. ഞങ്ങൾ ലാസ്റ്റാണ് വരുന്നത്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഭയങ്കര മിനിമലായിട്ട് ഞാനിന്ന് ഷൂട്ട് ചെയ്തേക്കണേ, കാരണം നല്ല തിരക്കുണ്ടായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ കല്യാണ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെന്ന് കരുതണു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.